നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവി നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 11 71 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ദേവേന്ദ്രനും ചന്ദ്രനും തമ്മിൽ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ചന്ദ്രൻ ഗുരുപത്നിയെ വിട്ടുകൊടുക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞതുകൊണ്ട് ദേവേന്ദ്രൻ ചന്ദ്രനുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് അസുരഗുരുവായ ശുക്രന് ദേവഗുരുവിനോടൊരു വിദ്വേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുപത്നിയെ ഒരിക്കലും തിരികെ കൊടുക്കരുതെന്ന് ചന്ദ്രനെ ഉപദേശിച്ചു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്ദ്രനുമായി യുദ്ധം ഉണ്ടായാൽ അങ്ങേക്ക് ഞാൻ മന്ത്രശക്തി കൊണ്ട് സഹായം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പു പറയുന്നു. അപ്പോൾ ശ്രീ ശങ്കരനും ഗുരുപത്നിയെ സോമൻ അപഹരിച്ച വൃത്താന്തം അറിഞ്ഞിട്ട് ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രനെന്ന് മനസ്സിലായിട്ട് സഹായം അദ്ദേഹവും വാഗ്ദാനം ചെയ്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഇത് കണ്ടിട്ട് ബ്രഹ്മാവ് ഇതിനെന്തെങ്കിലും ഒരു നിവൃത്തിക്കായി ആ സ്ഥലത്തേക്ക് ഹംസത്തിൽ ഏറി, അദ്ദേഹത്തിൻ്റെ വാഹനമായ ഹംസത്തിലേറി അവിടെ ചെന്നു. എന്നിട്ട് ചന്ദ്രനോട് പറഞ്ഞു, ഗുരുഭാര്യയെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ വിഷ്ണുവിനെയും വിളിച്ചു വരുത്തി നിനക്ക് നാശമുണ്ടാക്കും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ചു നിന്ന് ഗുരുവിനെ സഹായിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബ്രഹ്മാവ് ഭൃഗുവിനെയും വിലക്കി. ഈ അസത്തുക്കളുമായി ചേർന്നതുകൊണ്ട് അങ്ങയ്ക്കൊന്നും ഗുണമുണ്ടാവുകയില്ല, അതുകൊണ്ട് ഗുരുവിൻ്റെ പത്നിയെ വിട്ടേക്കാൻ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് അയച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് ഭൃഗു ചെന്ന് ചന്ദ്രനോട് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. സൂത ഉവാച. ശ്ലോകം 22. ദ്വിജരാജസ്തുതശ്രുത്വാ ഭൃഗോർവചനമദ്ഭുതം ദദൗ ച തത്പ്രിയാം ഭാര്യാം ഗുരോർഗർഭവതിം ശുഭാം. ചന്ദ്രനാകട്ടെ ശുക്രൻ്റെ അത്ഭുതപ്പെടുത്തുന്ന വാക്ക് കേട്ടിട്ട് ഗുരുവിൻ്റെ ഗർഭവതിയായ പ്രിയപത്നിയെ ഗുരുവിന് തന്നെ നൽകി. ശ്ലോകം 23. പ്രാപ്യ കാന്താം ഗുരുർഹൃഷ്ടഃ സ്വഗൃഹം മുദിതോ യയൗ തതോ ദേവാസ്തതോ ദൈത്യാ യയുസ്വാൻ സ്വാൻ ഗൃഹാൻ പ്രതി. ഭാര്യയെ ലഭിച്ചതിനാൽ അതീവ സന്തുഷ്ടനായ ഗുരു തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. തുടർന്ന് ദേവന്മാരും അസുരന്മാരും താന്താങ്ങളുടെ ഗൃഹത്തിലേക്കും യാത്രയായി. ശ്ലോകം 74. ബ്രഹ്മാ സ്വസദനം പ്രാപ്ത കൈലാസം ചാപി ശങ്കര ബൃഹസ്പതിസ്തു സന്തുഷ്ട പ്രാപ്യ ഭാര്യ മനോരമാം. ബ്രഹ്മാവ് തൻ്റെ ഭവനത്തിലെത്തി. ശിവൻ കൈലാസത്തിലേക്കും പോയി. ഗുരുവായ ബൃഹസ്പതിയാകട്ടെ മനോഹാരിണിയായ ഇഷ്ടപത്നിയെ നേടി സന്തുഷ്ടനായി തീർന്നു. ശ്ലോകം 75. തത്വകാലേന കിയതാ താരാസുതാസുതം ശുഭം സുദിനേ ശുഭനക്ഷത്രേ താരാപതി സമം ഗുണൈഹൈ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശുഭനക്ഷത്രത്തോടുകൂടിയ ഒരു സുദിനത്തിൽ താരാപതിക്കൊത്ത ഗുണങ്ങളുള്ള ഒരു പുത്രനെ പ്രസവിച്ചു. ശ്ലോകം 76. ദൃഷ്ട്വാ പുത്രം ഗുരുർജാതം ചകാരവിധിപൂർവകം ജാതകർമാദികം സർവം പ്രഹൃഷ്ടേനാന്തരാത്മന.
പുത്രനുണ്ടായതറിഞ്ഞ ദേവഗുരു സന്തുഷ്ടചിത്തനായി വിധി അനുസരിച്ച് ജാതകർമാദികളെല്ലാം ചെയ്തു. ശിശു ജനിച്ചാൽ ചെയ്യേണ്ട ഒരു സംസ്കാരമാണ് ജാതകർമ്മം. ശ്ലോകം 77. ശ്രുതം ചന്ദ്രമസാ ജന്മ പുത്രസ്യ മുനിസത്തമാഹ ദൂതം ച പ്രേഷയാമാസ ഗുരും പ്രതി മഹാമതിഃ. ഹേ മുനിശ്രേഷ്ഠന്മാരെ, പുത്രൻ ജനിച്ചുവെന്നറിഞ്ഞ് മഹാമതിയായ ചന്ദ്രൻ ഗുരുവിൻ്റെ അടുക്കലേക്ക് ദൂതനെ അയച്ചു. ശ്ലോകം 78. ന ചായം തവ പുത്രോസ്തി മമ വീര്യസമുദ്ഭവഃ കഥം ത്വം കൃതവാൻ കാമം ജാതകർമാദികം വിധിം. ഇവൻ നിന്റെ പുത്രനല്ല, എൻ്റെ വീര്യത്തിൽ നിന്ന് ജനിച്ച പുത്രനാണ്. അവന് ചെയ്യേണ്ട ജാതകർമാദി വിധി നീ എന്തിനു ചെയ്തു? എൻ്റെ പുത്രനായതുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ എനിക്കാണ് അവകാശം. ചന്ദ്രൻ ഗുരുവിനെ അറിയിക്കുന്ന ഭാഗമാണിത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.